പത്തനംതിട്ടയിലും വാർഡ് വിഭജനത്തിൽ പരാതിയുണ്ട്. വാർഡ് വിഭജന കരാറിൽ അശാസ്ത്രീയത എന്ന ആരോപണം അവിടെയും ഉയരുന്നു. ചെന്നീർക്കര പഞ്ചായത്തിലെ പ്രധാന പ്രദേശമായ മുട്ടത്ത് കോണത്തിന്റെ പേരങ്ങ് ഒഴിവാക്കുകയാണ്. നല്ലാനിക്കുന്ന് നോർത്ത് സൗത്ത് എന്നാണ് പേര് മാറ്റിയിരിക്കുന്നത്. വിഭജനത്തിന് ശേഷം പത്തനംതിട്ട നഗരസഭയിൽ വാർഡുകളുടെ എണ്ണം 33 ആയിരിക്കുന്നു. 33-ാം വാർഡായി കളക്ട്രേറ്റ് വാർഡ് രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, പത്തനംതിട്ടയിലെ പരാതികൾ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ മറ്റിടങ്ങളിൽ നിന്ന് കേട്ട അതേ സമാന സ്വഭാവത്തിലുള്ള പരാതികളാണോ? ഇവിടെയും CPM പ്രതിക്കൂട്ടിലാണ് അല്ലേ? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ നെല്ലാനിക്കുന്ന് ആ പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ഇത് മുട്ടത്തുകോണം എന്ന പ്രദേശമാണ്. ഞാനിപ്പോൾ കൃത്യം നിൽക്കുന്ന സ്ഥലം മുട്ടത്തുകോണം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ വാർഡ് വിഭജനം അത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് സ്കൂളുകൾ, അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയവയ്ക്ക് ആണ്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ 1-ാം വാർഡിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ഈ 1-ാം വാർഡിൻ്റെ ചില ഭാഗങ്ങൾ അത് മാറ്റി പുതുതായി ഒരു വാർഡ് കൂടി രൂപീകരിച്ചു. അത് 15-ാം വാർഡ്. അതായത് ഈ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകളാണ് ആകെയുള്ളത്. ഇപ്പോൾ ഒരു വാർഡ് കൂടി കൂടുതലായി വന്നിരിക്കുന്നു. അങ്ങനെ 15 വാർഡായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ ഓഫീസ് പരിസരത്താണ്. അതായത് ഈ ഓഫീസ് പരിസരം, ഈ സ്കൂളിൻ്റെ ഈ ഭാഗം ഇരിക്കുന്നത് ഒന്നാം വാർഡിലാണ്. പക്ഷേ ഈ സ്കൂളിൻ്റെ മറുവശം, അതായത് കുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇരിക്കുന്നത് പുതുതായി രൂപീകരിച്ച 15-ാം വാർഡിലാണ്. അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളിൻ്റെ ഓഫീസ് കെട്ടിടങ്ങൾ ഒരു വാർഡിലും, വാർഡ് വിഭജനം വന്നപ്പോൾ ഒരു ഭാഗം, അതായത് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പുതുതായി രൂപീകരിച്ച വാർഡിലും വന്നിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ? അതെ, മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പുരാതനമായ ഒരു നാടിൻ്റെ പേര് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വലിയ വാർഡ് വിഭജനമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ വലിയ മാറ്റം, അതിൻ്റെ കാലതാമസം ഉണ്ടാകും. അതുപോലെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അശാസ്ത്രീയമായ തരത്തിലുള്ളൊരു വാർഡ് വിഭജനമാണ് നടന്നിട്ടുള്ളത്. സ്മൃതി, ഈ കാണുന്ന റോഡാണ് ഇരു വാർഡുകളും തമ്മിലുള്ള അതിർത്തിയായി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗമെല്ലാം ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡായിരുന്നു. ആ 1-ാം വാർഡിൻ്റെ ചില ഭാഗങ്ങൾ കൂടി മാറ്റി ഈ റോഡിൻ്റെ മറുവശം അത് 15-ാം വാർഡായി രൂപീകരിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, എല്ലാ വാർഡുകളിലും നമുക്കറിയാം കുടുംബശ്രീ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാണ്. പക്ഷേ ഈ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൽ ഈ വാർഡ് വിഭജനം വന്നപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തെയും അത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1-ാം വാർഡിലെ CDS ചെയർപേഴ്സൺ നമ്മോടൊപ്പമുണ്ട്. നിങ്ങളുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുക? ഞങ്ങളുടെ കുടുംബശ്രീ പ്രസ്ഥാനം 1-ാം വാർഡിൽ 10 കുടുംബശ്രീയാണ് എനിക്കുണ്ടായിരുന്നത്. അതിപ്പോൾ 4 വാർഡിലോട്ട് മാറിയിരിക്കുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. 1-ാം വാർഡ്, 14-ാം വാർഡ്, 2-ാം വാർഡ്, 15-ാം വാർഡ് അങ്ങനെ മാറിയിരിക്കണം. അത് വളരെ ബുദ്ധിമുട്ട്. അതുതന്നെയല്ല, ഈ 1-ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾ ലോൺ എടുത്തിട്ടുള്ളവർക്ക് ഇപ്പോൾ 14-ാം വാർഡ് കൊണ്ടടയ്ക്കണം. അതുപോലെ പല പല വിഷയങ്ങളാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ. അതുപോലെ കുടുംബശ്രീ ഞങ്ങൾക്ക് 1-ാം വാർഡിലെ കുടുംബശ്രീ ഒന്നായിട്ട് തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഈ ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇനിയും പ്രശ്നങ്ങൾ വരും അല്ലേ? ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഈ 14-ാം വാർഡുകാരും 2-ാം വാർഡുകാരും ഈ 1-ാം വാർഡിൽ കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ ഞങ്ങൾ നീക്കം ചെയ്തിട്ട് ഇപ്പോൾ 1-ാം വാർഡ് മാത്രമാക്കി ഞങ്ങൾ കുടുംബശ്രീ മുന്നോട്ട് പോകുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. അപ്പം അന്ന് തന്നെയാണ് ഞങ്ങൾ ഈ 14-ാം വാർഡുകാരെ ഒഴിവാക്കിക്കൊണ്ട് കുടുംബശ്രീയുടെ ലോൺ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇവരുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഭാഗം ചെയ്യാൻ പറ്റത്തില്ല. 1-ാം വാർഡിലെ കുടുംബശ്രീ ഒന്നായിട്ട് തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സ്മൃതി, നേരത്തെ മുട്ടത്തുകോണം അത് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ നെല്ലാനിക്കുന്ന് സൗത്ത്, നെല്ലാനിക്കുന്ന് നോർത്ത് എന്നിങ്ങനെ ഈ വിഭജനം വന്നപ്പോൾ പുതിയ പേരുകളാണ് വന്നിരിക്കുന്നത്. അതിനോട് ഈ നാട്ടുകാർ ഒരിക്കലും യോജിക്കുന്നില്ല. നെല്ലാനിക്കുന്ന് എന്നൊരു വാർഡ് നേരത്തെ ഉണ്ടായിരുന്നു. അത് വിഭജിച്ചാണ് ഈ നെല്ലാനിക്കുന്ന് നോർത്ത് സൗത്ത് എന്നിങ്ങനെ മാറ്റിയത്. ഈ പത്തനംതിട്ട നഗരസഭയിലും ഇതേ പ്രശ്നം തന്നെയുള്ളൂ. ഇപ്പോൾ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സുരേഷ് കുമാർ കൂടി നമ്മോടൊപ്പമുണ്ട്. ഈ കളക്ട്രേറ്റ് വാർഡാണ് പുതുതായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്? പ്രായോഗികമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വാർഡ് വിഭജനം നടത്തേണ്ട രീതിയിലല്ല നടത്തിയിരിക്കുന്നത്. ഇത് തികഞ്ഞ ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് നടത്തിയിരിക്കുന്നത്. ഈ വാർഡ് വിഭജനം നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ടിലുള്ള ആ വീടുകളുടെ എണ്ണം അനുസരിച്ച് സ്മാർട്ടിൽ കൂടിയാണ് വീടുകളുടെ എണ്ണം നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സ്മാർട്ടിലുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വാർഡുകളിലും ഈ സ്മാർട്ട് എടുക്കുമ്പോൾ അത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ, അതായത് വാസഗൃഹങ്ങൾ അനുസരിച്ച് വേണം വിഭജിക്കേണ്ടത്. പക്ഷേ സ്മാർട്ടിൻ്റെ ആ വാസഗൃഹങ്ങൾ എന്നുള്ള പല കെട്ടിടങ്ങളും നോക്കുമ്പോൾ അതെല്ലാം കൊമേഴ്സ്യൽ കെട്ടിടങ്ങളാണ്. പക്ഷേ അവിടെ കിടക്കുന്നത് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് വിഭജനം നടത്തിയിരിക്കുന്നത്. വിഭജനം നടത്തുമ്പോൾ 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഈ വീടിൻ്റെ എണ്ണം നോക്കണം. 2, ജനങ്ങളുടെ ഒരു സംഖ്യ നോക്കണം. പത്തനംതിട്ട നഗരസഭയിലെ 462 വീടുകൾ, വാസഗൃഹങ്ങളാണ് ഒരു വീടിൻ്റെ മാനദണ്ഡമായി വെച്ചിരുന്നത്.
പക്ഷേ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ കെ സ്മാർട്ടിലെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നുള്ള പറഞ്ഞത് പരിശോധിക്കുമ്പോൾ ആ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് മാറുമ്പോൾ അത് 320, 300 ആയി മാറുകയാണ്. അപ്പോൾ തികഞ്ഞ അശാസ്ത്രീയമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ × 2.5 എന്നുള്ള രീതിയിലാണ് ജനസംഖ്യ അവർ നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് നോക്കുമ്പോൾ പോലും 1150 പത്തനംതിട്ട നഗരസഭ വെച്ചിരുന്നത്. ചില വാർഡുകളിൽ 800, 850 ഉള്ളൂ. അപ്പോൾ 10% കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും ഈ ജനസംഖ്യ കൃത്യമായി വരുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ പത്തനംതിട്ടയിലെ നേരത്തെ ഉണ്ടായിരുന്ന 11-ാം വാർഡും 13-ാം വാർഡും ആ വാർഡുകളുടെ ഒരു വിഭജനം നടത്തിയിരിക്കുന്നു. ആ വാർഡുകളുടെ വിഭജനം നടത്തിയിട്ട് അതിൻ്റെ ഒരു ഭാഗം 13-ാം വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന 13-ാം വാർഡിൻ്റെ ഒരു ഭാഗം നേരെ 11-ാം വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പല വാർഡുകളിലും ഇത്തരത്തിലുള്ള അശാസ്ത്രീയത ഉണ്ടായിരിക്കുകയാണ്. വോട്ടർ പട്ടിക അത് പ്രകാരമുള്ള ഒരു പരിശോധനയൊക്കെ വരണമായിരുന്നു എന്നല്ലേ പറയേണ്ടിയിരുന്നത്. സ്മൃതി, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ കരമടയ്ക്കുന്ന കാര്യത്തിലും വലിയ പ്രശ്നങ്ങൾ വരും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂൾ 2ആയി വിഭജിക്കപ്പെട്ട് അത് 1-ാം വാർഡിലും ഒപ്പം തന്നെ 15-ാം വാർഡിലും ആയിപ്പോയ സ്ഥിതിക്ക് അങ്ങനെയുള്ള ഈ സ്കൂളിൻ്റെ രേഖകൾ ഒപ്പം തന്നെ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. വിചിത്രമായ കാര്യം തന്നെയാണ് സ്കൂളിനെ 2ആയി വിഭജിച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം മാറുമല്ലോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഇത് രാഷ്ട്രീയ പരിമിതമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർ ആണ് ഇത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിനി പുതിയ വീട്ടു നമ്പർ, പുതിയ രേഖകളൊക്കെ വേണ്ടി വരും. പുതിയ രേഖകൾ വേണം. എല്ലാവർക്കും ജനങ്ങളെ ബാധിക്കുന്ന വലിയ കാര്യങ്ങളാണ്. അതെ സ്മൃതി, പത്തനംതിട്ട ജില്ലയിലും ഈ വാർഡ് വിഭജനം സംബന്ധിച്ച് വലിയ പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഒരു മാനേജ്മെന്റ് സ്കൂൾ തന്നെ 2ആയി വിഭജിക്കപ്പെടുന്നു. സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിൽ നിന്നും ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് പോകേണ്ട വിചിത്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് അധികൃതരുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇത് വയ്ക്കുകയാണ്. 16,000-ൽ പരം പരാതികൾ ഇതിനകം പോയി കഴിഞ്ഞിരിക്കുന്നു. ആ പരാതികളിൽ എന്ത് നടപടിയെടുക്കുന്നു ഉദ്യോഗസ്ഥർ എന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്.